മൂന്നാം മൂന്നാം അധ്യായം 7, 8 വാക്യങ്ങൾ. ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. നമുക്കറിയാം, തെസ്സലോനിക്ക സഭ വെറും 3 ആഴ്ചത്തെ പ്രവർത്തനം കൊണ്ട് ഉടലെടുത്തതാണെന്ന് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടർ വെറും 3 ആഴ്ച കൊണ്ടുള്ളൊരു സഭ എങ്ങനെയാ വിശ്വാസത്തിൽ ഇത്രയും ഉറപ്പായിട്ട്? നമുക്ക് നമ്മുടെ കയ്യിൽ തിരുവചനം കിട്ടിയിട്ട് എത്രയോ വർഷമായി. നമുക്ക് ഇന്ന് ഇത്രയും അങ്ങ് ശക്തമായിട്ട് നിലനിൽക്കാൻ പറ്റുണ്ടോ? അവര് കടന്നുപോയ പീഡനങ്ങൾ ഭയങ്കരമായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, റോമൻ ഗവൺമെന്റ് അണ്ടറിലാണ്. അന്നത്തെ പലവിധ പീഡനങ്ങളായിരുന്നു അവർക്ക് നേരിടേണ്ടി വന്നത്. പക്ഷെ അതിന്റെ നടുവിലും അവര് വളരെയധികം കർത്താവിൽ അടിയുറച്ച വിശ്വാസത്തോടു കൂടി തന്നെ നിൽക്കുവാനിടയായി. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് 2-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണുന്നുണ്ട്. 13-ാം വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങൾ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ദൈവവചനം നമ്മള് വെറും ഒരു പത്രവാർത്ത കേൾക്കുന്ന പോലെ കേൾക്കുന്നവർക്ക് യാതൊരു പ്രയോജനവുമില്ല. അത് ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ കേൾക്കുന്ന ഉടനെയാണ് അത് നമ്മുടെ മേൽ അത് വ്യാപരിക്കാനിടയാകുന്നത്. അതായത് അയക്കപ്പെടുന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് അയക്കപ്പെടുന്ന വചനം അത് വെറുതെ മടങ്ങുകയില്ല. അതിന്റെ പ്രവൃത്തി, അത് ദൈവം എന്തുദ്ദേശത്തിലായിട്ടാണ് ആ വചനം അയച്ചിരിക്കുന്നത് അതിന്റെ അത് നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുവാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവവചന കേൾവി കൊണ്ട് അല്പമെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ടും ഈ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വരേണ്ടതിന് നമ്മൾ അത് ദൈവത്തിന്റെ വായിൽ നിന്നാണ് വചനം വരുന്നത് നമ്മൾ വിശ്വസിക്കുക. അത് ഒരു കൊച്ചു കുഞ്ഞിന്റെ വായിൽ നിന്ന് പോലും ആണെങ്കിലും അത് ദൈവവചനമാണെങ്കിൽ അത് നമ്മൾ ഓർത്തോണം. അത് തീർച്ചയായിട്ടും അതിന്റെ പ്രവൃത്തിയെ തികയ്ക്കും. അത് നമുക്കത് അനുഗ്രഹമായി തീരും. അത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ അത് ഏറ്റെടുത്ത് നമ്മളിൽ വ്യാപരിക്കുന്നതോടെയാണ് നമുക്ക് അത് അനുഗ്രഹം വരുന്നത്. അതുപോലെ വിശ്വസിക്കാത്തവരുടെ അനുഭവം നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടുണ്ട്. പഴയ നിയമ വിശ്വാസികൾക്ക് വന്ന പോരായ്മ അതായിരുന്നു. കർത്താവ് പല പ്രാവശ്യം അവരെ ഉപദേശിച്ചണക്കുകയും അവര് അത് അത്ര കാര്യമാക്കിയില്ല. കേട്ട വചനം അവർക്ക് അത് അവർക്ക് ഉപകാരമായി വരാഞ്ഞത് കൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റിയില്ല. അവര് മരുഭൂമി പലരും നമുക്കറിയാം 20 വയസ്സിന് മുകളിലുള്ളവർ, അത് യോശുവയും കാലേബും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അവിടെ മരുഭൂമി പട്ടുപോകാനിടയായി നമ്മൾ അതിനകത്ത് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവവചന കേൾവി നമ്മൾ ഗൗരവമായി എടുക്കണം. അത് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ പൂർണ്ണമായിട്ട് നമുക്കറിയാം, ഈ തെസ്സലോനിക്ക സഭയുടെ കിടക്കെന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സീയിലെ അതിന്റെ വടക്ക് ഭാഗത്തുള്ള ഏജിയൻ സീയുടെ വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്കാണ് തെസ്സലോനിക്ക സഭയുടെ സ്ഥാനം. അന്നേ അതൊരു തുറമുഖ പട്ടണമായിരുന്നു. അതായത് അന്നത്തെ കൂട്ടത്തിലെ റോമൻ ഇതിലുള്ള അത് മെക്കദോനിയ ദേശത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു തെസ്സലോനിക്ക പട്ടണം. അവിടെ ധാരാളം യഹൂദന്മാരുണ്ടായിരുന്നു. അന്ന് വലിയൊരു ഇഗ്നേഷ്യൻ ഒരു ഹൈവേ പോലും റോമൻ ഗവൺമെന്റ് ഉണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവിന് മുമ്പ് നമുക്ക് പറയും മലാഖി തൊട്ട് യോഹന്നാൻ സ്നാപകൻ വരെ ഇരുണ്ട കാലഘട്ടമായിരുന്നെന്നാ പറയുന്നത്. ഇരുണ്ട കാലഘട്ടം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഇടപെടലുകൾ ഒന്നുമില്ലാത്ത കാലഘട്ടമായിരുന്നു എന്നാ പറയുന്നത്. പക്ഷേ അല്ല, നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ദൈവം നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു. അന്ന് ഈ റോമൻ ഗവൺമെന്റിനെ കൊണ്ട് അങ്ങും ഇങ്ങും ഹൈവേ ഉണ്ടാക്കിച്ചു. എന്തിനാ? തന്റെ മക്കൾക്ക് ഓടി നടന്ന് സുവിശേഷം അറിയിക്കാന്. പൗലോസപ്പസിന് ഈ വഴി കൂടാണ് പോയി
നമുക്ക് നമുക്കറിയാം യൂറോപ്പിൽ അങ്ങോട്ട് ഇറങ്ങിക്കേണ്ട ഫിലിപ്പി ദേശത്തോട്ട് പോയി അവിടുത്തെ പ്രതികൂലങ്ങളെല്ലാം കണ്ടു. ആ പ്രതികൂലങ്ങളെല്ലാം കണ്ട് അവിടുത്തെ പ്രതികൂലങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാ. ലുദിയുടെ കുടുംബത്തിലെ ഇത് രക്ഷയുടെ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇറങ്ങി വെളിച്ചപ്പാടത്തിയുടെ, അത് കഴിഞ്ഞിട്ട് തടവറയിലെ അതെല്ലാം അങ്ങനെയൊക്കെയാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തെസ്സലോനിക്ക ദേശത്തേക്ക് വരുന്നത്. തെസ്സലോനിക്ക ദേശത്ത് വന്ന് 3 ശബത്തുകളിൽ അവിടുത്തെ സിനഗോഗുകളിൽ പോയി പ്രസംഗിച്ചു. യഹൂദ തനിക്ക് അറിയാമല്ലോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിലും അവർക്ക് യഹൂദന്മാർക്കെല്ലാം ഒരു ഗുണമുണ്ട്. വേദപുസ്തകം അവർ കഴിവതും, അതായത് അവരുടെ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ ഈ മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും അടങ്ങി 3 കാര്യങ്ങളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് അവര് നന്നായിട്ട് ചെറുപ്പം തൊട്ടേ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കും. അതിലും പൗലോസ് അപ്പോസ്തലൻ അവരോട് തിരുവെഴുത്തുകളിൽ നിന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന മെശിയ ഈ യേശു തന്നെയാണ്, കർത്താവായ യേശു ക്രിസ്തു, അതായത് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടും പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട് അനേക യഹൂദന്മാർ വിശ്വാസിച്ചു വന്നു. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കൂട്ടം യവനന്മാരും വിശ്വാസിച്ചു വന്നു. ഈ സമയത്ത് യഹൂദന്മാർക്ക് അസൂയ പൂണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്തോ കൊടുത്തു, അവിടെ ഉള്ള മെനക്കെട്ട് കിടക്കുന്ന കുറച്ചു പേരെ എല്ലാം വിളിച്ചു കൂട്ടി അത് അഴിച്ചു. നമുക്കറിയാം അസൂയ, ഇതിന്റെ മൂല കാരണം അസൂയ. അന്നേരം ഒരാളിന്റെ വളർച്ചയില്, ഒരാളിന്റെ പ്രവർത്തനത്തില് അത് നന്നായി പൊങ്ങുന്നെങ്കിൽ അവിടെ എങ്ങനെങ്കിലും അവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഒരിടിവ് അവനെ ഒന്ന് ഇരുത്തിയെങ്കിലേ ചിലർക്ക് സ്വസ്ഥത വരത്തുള്ളൂ. അത് എന്താന്ന് വെച്ചാൽ അന്നും ഇന്നുമുള്ള ഒരു കാര്യമാണ്. ഇന്നും പലയിടത്തും കടക്കുന്ന ഒരു കാര്യമാണ്. അത് അത് ചെറിയ ചില വിശ്വാസ സഭയ്ക്കകത്തു കൊണ്ട് എല്ലായിടവും നമുക്കത് കാണാൻ പറ്റും. പക്ഷെ ദൈവമക്കളിൽ അങ്ങനെ ഒന്ന് വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ആ ദൈവമക്കൾ ഉണ്ടെങ്കിൽ അത് അന്നേരേ കളയണം. നമ്മൾ ഉടനെ തന്നെ പരിശുദ്ധോടുകൂടി അതിനെ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് മാറ്റിക്കളയാൻ വേണ്ടി. അസൂയ അത് ഏറ്റവും അഴുക്കായിട്ടുള്ള ഒരു പാപം തന്നെയാണ്. നമുക്കറിയാം കൊലപാതകം മാത്രമാ, അല്ലെങ്കിൽ മറ്റൊന്ന് മാത്രമാ പാപം നമ്മൾ, പക്ഷെ അല്ല. ഇത് പാപം എന്ന് പറയുന്നത് മറ്റു ലിസ്റ്റിൽപ്പെട്ടത് തന്നെയാണ് അസൂയ. നമുക്കറിയാം ശൗൽ രാജാവിന് പറ്റിയ കുഴപ്പം എന്തുവാന്നുള്ളത്. അത് ദാവീദ് സ്ത്രീകൾ അന്നത്തെ ഗോലിയാത്തിനെ കൊന്ന സന്തോഷത്തിന് അങ്ങ് പാടിപ്പോയി. എന്തുവാ ശൗലായിരത്തെയും ദാവീദിന് വൈരാത്തെയും, പക്ഷെ തനിക്ക് 10,000 തരാഞ്ഞതിനാൽ, അല്ലെങ്കിൽ ദാവീദിനേക്കാളും തന്നെ കുറച്ച് കണ്ടു എന്ന് കണ്ടപ്പോഴത്തേന് അസൂയ. എന്നാൽ അത് പിശാചിന്റെ തന്ത്രമാണെന്ന് അയാൾ മനസ്സിലാക്കിയില്ല. പക്ഷെ നമ്മൾ എപ്പോഴും അത് ഓർത്തോണം. നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള തോന്നൽ കൊണ്ടുവരാനോ പിശാച് പലതും ഉണ്ടാക്കും. പക്ഷെ അതിലൊന്നും നമ്മൾ വീണു പോകരുത്. നമ്മളെപ്പോഴും നമ്മളെ വിളിച്ചോൻ വിശ്വസ്തൻ, നമ്മളെ വഴിയിൽ വീഴാൻ ദൈവം അനുവദിക്കുകയില്ല. അത് നമ്മൾ എപ്പോഴും ഓർത്തണം. അവിടെ നിന്ന് പൗലോസ് അപ്പോസ്തലൻ എങ്ങോട്ടാ ഓടിയേ? ബെരോവയിൽ ഓടി അവിടെയും കുറച്ച് നല്ലതായിട്ടൊക്കെ പ്രവർത്തിച്ചു. നമുക്ക് വായിക്കുന്നുണ്ട്, ബെരോവയിലെ ആളുകൾ തെസ്സലോനിക്കർ ഉത്തമന്മാരായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നുണ്ട്. നമ്മൾ ആ 17-ാം അധ്യായം പഠിച്ചു വരുന്നോണെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അന്നേരം അവിടെയാണെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്നോണെ തെസ്സലോനിക്കയിലെ യഹൂദന്മാർ അവിടെ എത്തി അവരെ അവിടുന്ന് ഓടിച്ചു കളയുന്നതായിട്ടാണ്. പൗലോസ് അപ്പോസ്തലനെയൊക്കെ ഓടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം എന്തു കൊടുത്തു? തിമോത്തിയെയും ശിലാസിനെയും അവിടെ തന്നെ വിട്ടിട്ട് ബെറോവയിൽ വിട്ടിട്ട് അഥേനയിലേക്ക് പോകുന്നു. അഥേനയിൽ ചെന്നു. അവിടെ അവിടെയുള്ള സംഭവം നമുക്കറിയാം. അവിടെയുള്ളവര് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. പക്ഷെ ഒരു കല്ല് കണ്ടു, അതൊക്കെ നമുക്കറിയാം. ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് കഴിഞ്ഞാണ് കോരിന്തിൽ വരുന്നത്. കോരിന്തിൽ വന്ന് നമുക്കറിയാം അവിടെ അക്വിലാസും പ്രിസ്കില്ലയും അവരുടെ കൂടെ താമസിച്ചുകൊണ്ടൊക്കെയുള്ള കർത്താവിന്റെ പേരില. അവിടുത്തെ 18 മാസത്തെ താമസകാലത്താണ് ഈ ലേഖനം എഴുതുന്നത്. അന്നേരം അവിടെ ഇരുന്നുകൊണ്ട് തിമോത്തി അവിടുന്ന് വന്ന് അവിടുത്തെ ആളുകളെ കുറിച്ച് ഒരു വാർത്ത പറഞ്ഞതാണ് നമ്മൾ വായിച്ച വാചകം. എന്തോന്നറിയോ? 3-ാം അധ്യായം അതാ തുടങ്ങിയത്. അഥേനയിൽ അവർ തരിച്ചിരിക്കേണ്ടി വന്നിട്ടും വരച്ചൻ വേണ്ടില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തില് ദൈവത്തിന്റെ ശുശ്രൂഷനായ തിമോഥെയോസിനെ അയച്ചു. എന്നിട്ട് തിമോഥെയോസിനെ അവിടേക്ക് അയച്ചു. എന്തുവാ?
തനിക്കൊരു താൻ തന്നെ ഉള്ളെങ്കിലും അന്നേരം ഓരോ കഷ്ടങ്ങൾ ഓരോരുത്തരെ എല്ലാരും എന്റെ അടുത്ത് നിന്നോണേ എന്ന് പറയുന്നതിന് പകരം പൗലോസ് അപ്പോസ്തലന്റെ അടുത്ത് അപ്പോഴും അവിടെ താൻ മുഖാന്തരം വിശ്വാസി വന്നവരെയൊക്കെ ഒന്ന് പ്രബോധി ഉറപ്പിക്കാൻ വേണ്ടി അവരുടെ വിവരം ഇങ്ങനെ നോക്കിയിരിക്കുക. ഇതിനിടയ്ക്ക് നമുക്കറിയാം അവിടെ ഇവിടെ എല്ലാം അടിയെല്ലാം കൊള്ളുന്നുണ്ട്. അതിനിടയ്ക്കും അദ്ദേഹത്തിന് താൻ മുഖാന്തരം വിശ്വാസി വന്നവരുടെ അവരുടെ അവസ്ഥ എങ്ങനെയുണ്ട്, അവർ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള വേദനയും ചിന്തകളുമായിരുന്നു. ആ ചിന്തകൾ അന്നേരം അതിനുള്ള നല്ല വാർത്തയും കൊണ്ടാണ് വരുന്നത്. അവർ നല്ലൊരു റിപ്പോർട്ടാ വന്നത്. ആ റിപ്പോർട്ട് കേട്ടുള്ള സന്തോഷമാണ് നമ്മൾ വായിച്ചത്. അതായത് നമ്മൾ കണ്ടു ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, കഷ്ടമുണ്ട്, എന്നാലും നിങ്ങളുടെ ഈ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു എന്നാണ് വളരെ വ്യക്തമായിട്ട് അവിടെ ഓർപ്പിക്കുകയാണ്. നമ്മൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിയുന്നതാണ് കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നത്. അതായത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം നിലനിൽക്കുമോ എന്നുള്ളത് നമ്മൾ അത് നമ്മളെ അവിടെ ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അന്ത്യകാലമാകുന്നോണെ ഈ പീഡനങ്ങൾ കൂടും, എല്ലാം കൂടിക്കൂടി വരും. പക്ഷെ ഇതിന്റെ നമുക്കത് നമ്മുടെ കണ്ണിന് ഓരോ ദിവസവും നമ്മൾ പലയിടത്തും കേൾക്കുന്ന വാർത്തകൾ, നോർത്ത് ഇന്ത്യയിലും അവിടെ ഇവിടെ പല രാജ്യങ്ങളിൽ നടക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക. അന്നേരം ഈ കേൾക്കുന്നതെല്ലാം ഈ പീഡനങ്ങളും എല്ലാം മനുഷ്യനെ നമ്മളെ പുറകോട്ട് വലിക്കുന്നതാ. എന്നിട്ട് ഈ ലേഖനം എഴുതുന്നൊരു ഉദ്ദേശം തന്നെ ഒന്നവരെ അഭിനന്ദിക്കാൻ, ഈ കഷ്ടങ്ങളുടെ നടുവിലും അവർ നിലനിൽക്കുന്നു എന്ന് അതിനവരെ അഭിനന്ദിക്കാനാ. രണ്ടാമത് നിങ്ങൾ സമ്മർദ്ദങ്ങൾക്ക് വഴരുത്. കാരണം അന്നുണ്ടായിരിക്കുന്ന യഹൂദന്മാരുടെ സൈഡിൽ നിന്ന് യഹൂദന്മാരാണ് അവരെ കൂടുതലും, അവിടെ യഹൂദന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. റോമൻ എംപയർ അല്ലേ, അതിനകത്ത് ഒത്തിരി യഹൂദന്മാരും ഉണ്ടായിരുന്നു, അവിടെ ഉള്ളവരും ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകാൻ ഇട്ടേയാവരുത്. പിന്നെ നിങ്ങള് അന്നവരുടെ ധാരാളം പേര് പീഡനം സഹിച്ച് മരിച്ചു. അങ്ങനെ മരിച്ചവരെ കുറിച്ച് അവർക്ക് ഒരു ആകുല ചിന്തയുണ്ടായിരുന്നു. ഇവര് അന്നേരം ഇവർക്ക് എന്താകും ഗതി, ഇവരെങ്ങനെയാന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് അതാണ് ഇതിനകത്ത് എല്ലാ അധ്യായത്തിന്റെ കൺക്ലൂഷനിലും കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒരു വാക്യം ഉണ്ടായിരിക്കും. ഇപ്പൊ 1:9 നോക്കിക്കഴിഞ്ഞാലും നമ്മൾ വരുവാനുള്ള കോപം നമ്മെ വിടുവിക്കുന്നവനായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. പിന്നെ രണ്ടാമത്തേനകത്തിൽ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്, നമ്മൾ ആ 17-ാം വാക്യത്തിൽ 19-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയം സന്തോഷം അതും വരവിനെ കാണിക്കുന്നതാ. അതുപോലെ നമ്മൾ 3-ാം അധ്യായത്തിലും കാണുന്നുണ്ട്, അതായത് 13-ാം വാക്യത്തില് അതിന്റെ അവസാന വാക്യത്തില് യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയില് നമ്മുടെ പ്രത്യക്ഷതയെ കുറിച്ച്. അതുപോലെ 4-ാം അധ്യായത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ 13 തൊട്ട് അതിനകത്ത് 18 വരെയുള്ള വാക്യങ്ങളിലും അത് തന്നെയാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. കാരണം കർത്താവ്, അതുപോലെ 5-ാം അധ്യായത്തിലും ആ 23-ാം വാക്യം നമ്മൾ പരിശോധിച്ച് നോക്കിയാലും വരവിനെ കുറിച്ചാണ്. ഈ 5 അധ്യായങ്ങളിലും കർത്താവിന്റെ വരവിനെ കുറിച്ച്, അത് തെസ്സലോനിക്ക ലേഖനമാണ് നമ്മൾ ഈ ബൈബിൾ എടുത്തുകൊണ്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച് ഭയങ്കരമായിട്ട് നമ്മളെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനം എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്ക ലേഖനമാണ്. നമുക്ക് നോക്കി വെറും 3 ആഴ്ച കൊണ്ട് ഉടലെടുത്ത ഒരു ചർച്ച അതാണ് നമ്മൾ ഓർക്കണ്ടേ. അവരെ കുറിച്ച് ഇത്രയും അപ്രീസിയേഷൻ ഫിലോസഫേഴ്സിനുണ്ടായി. നമ്മൾക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യുക. നമ്മൾ ഇത്രയും നാളും വചനം കേട്ടു, പിന്നെയും പുറഞ്ഞു പാസ്റ്റേഴ്സ് നമ്മളെ ഉപദേശിക്കുക, 100,000 മെസ്സേജ് അനുദിനം നമ്മൾ കേട്ടോണ്ടിരിക്കുക, എല്ലാം വായിക്കി. വചനത്തിൽ വലിയ എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നിലവാരം എന്തുവാ? ഒരു പ്രതികൂലം കാണുന്നോണെ നമ്മളെ പേടിച്ചു ഓടുകയാണോ അതോ എന്താണെന്ന് നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 5-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും. വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാണ്. ഈ വെളിച്ചവും പകലും നമ്മൾ കാണിക്കുന്ന സഹസ്രാബ്ദ കാലത്തിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഈ പരീക്ഷ കാലത്തിനുള്ള അല്ല, നിങ്ങൾ തീർന്നു പോകാനുള്ളവരല്ല. നമ്മളെല്ലാം നമുക്കൊരു നല്ല കർത്താവിന്റെ ഭരണം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നിത്യത വരുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടിയുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇത് പോരാ,
നിങ്ങൾ നേരത്തെ ഉള്ളതിൽ ഒന്നുകൂടെ വിശുദ്ധിയോടെ ജീവിക്കണം. നിങ്ങൾ സഹോദരപ്രീതിയിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം. അതാ നമുക്ക് ഇന്ന് കാണുന്ന അത് അനുദിനം നമ്മൾ ഈയിടെ കേട്ട മെസ്സേജ് അല്ല, അതാ അനുദിനം നമ്മുടെ ദേഹിയിൽ ഒരു വിശുദ്ധി വരണം. അത് കഴിഞ്ഞ ദിവസം മിനി സിസ്റ്റർ പറഞ്ഞ മെസ്സേജ്, നമ്മുടെ ജഡം പൂർണ്ണമായിട്ട് നമ്മൾ മരിച്ചിട്ട് നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ പൂർണ്ണമായിട്ട് ആ ദേഹി പരിശുദ്ധാത്മാവായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രതികൂലങ്ങൾ എന്തുണ്ടെങ്കിലും അതിനെല്ലാം ഓർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും നമ്മുടെ ജഡത്തിൽ നമുക്ക് ഒന്നും ജയിക്കാൻ പറ്റത്തില്ല. ജഡത്തിൽ നമുക്ക് ഒന്നിനെയും ജയിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമേ നമുക്ക് കുറച്ച് നിൽക്കാനത്തുള്ളൂ. അതുപോലെ നമുക്ക് നെഹമ്യാവിന്റെ ആ പുസ്തകം അങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാലേ വലിയൊരു, നമുക്കറിയാം ദേവാലയം പണി അങ്ങോട്ട് മതിൽ പണി അങ്ങോട്ട് തുടങ്ങി. മതിൽ പണി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഏതൊക്കെ തരത്തിലാ നെഹമ്യാനെ തളർത്താൻ നോക്കിയേ. ആദ്യമേ പറഞ്ഞു ചണ്ടിക്കുണ്ടാരം വെറും ഇതങ്ങോട്ട് വീഴ്ചല്ലേ, അത് വീണുമ്പോഴേ അത് താഴെ വരാനുള്ളതേ ഉള്ളൂ. 4-ാം അധ്യായം എടുത്തു കഴിഞ്ഞ നെഹമ്യാ 4-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അതെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം താഴെ വീഴത്തതേ ഉള്ളൂ. നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനൊന്നും നിങ്ങൾ എന്തിനായാലും മെനക്കെടാൻ പോന്നേ, നിങ്ങൾ ഇങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നല്ലേ, വേറെ വല്ല പണിക്കും പോവും എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ തുടങ്ങി. വാക്കുകളെ നമ്മൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നതല്ലേ, ഒരു തൊഴിലും ഇല്ലാതെ കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നതല്ലേ. നമ്മുടെ വീട്ടിലുള്ളവർ പറയും, നമ്മുടെ ചുറ്റുപാടുള്ളവർ പിന്നെ നമ്മളെ നോക്കി പറയുന്നില്ലെങ്കിൽ ഒരു രഹസ്യത്തിൽ പറയുന്നുണ്ടായിരിക്കും. വീട്ടിലുള്ളവർക്ക് പിന്നെ അതൊന്നും ഇല്ല, കേക്ക പറയും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പറയണം വിശ്വാസം. നെഹമ്യാ പറഞ്ഞ എന്താ പറഞ്ഞത്? സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം നടത്തി തരും. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം നടത്തും. പിന്നെ വിശ്വാസത്തിന്റെ നമ്മൾ ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിലും നമുക്ക് പൂർണ്ണ വിശ്വാസം എപ്പോഴും വേണം. നമുക്ക് ഉറച്ചു നിൽക്കണം. നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മുടെ മിടുക്കൊണ്ട് നമുക്ക് ഉറച്ചു കാണത്തില്ല. പക്ഷെ നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിൽ നമ്മൾ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. എബ്രായ ലേഖനം പറയുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിക്കത്തില്ല. നമ്മളെപ്പോഴും ഓർത്തോണം, നമ്മൾ അറിഞ്ഞോ അറിയാതൊരു അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ദൈവസന്നിധി മുട്ടുകുത്തണം. കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവസന്നിധി മുട്ടുകുത്തിയിട്ട് അതാണ് നമ്മൾ മുന്നോട്ട് പോകാന്. അത് ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിലും പൂർണ്ണ വിശ്വാസം നമ്മൾ ഉണ്ടായിരിക്കണം. അതാണ് പറഞ്ഞത്. ശരിയാ, ഇവര് നോക്കണോടെ ശത്രുവിന് ഒത്തിരി ഉണ്ട്, ആളുകളുണ്ട്. പക്ഷെ ഒന്നുമില്ല പറയാൻ. പക്ഷെ നമുക്കുണ്ട് പറയാൻ. നമുക്ക് ആകാശവും ഭൂമിയും സമുദ്രവും സകലവും സൃഷ്ടിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അതെ, നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്യ, അശൂരിന്റെ കൂടെ വെറും മാംസൂജം, നമ്മളുടെ കൂടെ നമ്മളെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്താനും നമ്മുടെ ദൈവമായ യഹോവയാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം, നമുക്ക് പോരാട്ടമുണ്ട്. അത് ശരിയാ, നമുക്ക് പോരാട്ടമുണ്ട്. പോരാട്ടം മനുഷ്യരോടാകരുത്. എക്സാമ്പിൾ, നമ്മളൊരു കറുക്കത്തി വന്ന് ഒരാളൊരു കറുക്കത്തി പിടിച്ചോണ്ട് വന്ന് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നു. നമ്മുടെ ദേഷ്യം ആരോടായിരിക്കും? കറുക്കത്തിയോടായിരിക്കുവോ? കറുക്കത്തിയോടാണോ? അതിന്റെ പിന്നിപ്പിടിച്ചിരിക്കുന്ന ആളിനോടായിരിക്കണം. അന്നേരം ആ പിന്നിപ്പിടിച്ച ആളുടെ കയ്യിരിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്നത്, ഉപദ്രവിക്കാൻ വരുന്നത്. നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മുടെ വൈരാഗ്യവും ഒന്നും ആ ഉപകരണത്തേലാകരുത്, ആ ഉപകരണത്തെ യൂസ് ചെയ്യുന്ന ആളിനേലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും ആകാശമണ്ഡലത്തിൽ ദുഷ്ടാത്മ സേനയോടുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ പലയിടത്തും നമ്മുടെ സ്വന്തം എടുക്കുന്ന വേണ്ടാത്തടത്ത് ചാടിപ്പോവും. നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മുടെ ഒരു ദൈവം തന്നെ ഈ ലോകത്തിലെ ആരോടും നമുക്ക് ദേഷ്യം വരാൻ പാടില്ല. ഒറ്റ കുഞ്ഞുങ്ങൾ നമുക്ക് ദേഷ്യം വരാൻ പാടില്ല. കാരണം സകലരും ദൈവത്തിന്റെ സൃഷ്ടിയാ. പിശാച് പിശാചിന് ഓരോരുത്തരുടെ വീക്ക്നെസ് അറിയാം. ഇന്നാളിനെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ആള് പതറിപ്പോവും, അല്ലെങ്കിൽ വീണുപോവും, അല്ലെങ്കിൽ അവന്റെ ആ 100% ഉള്ളത് അല്പം കുറയ്ക്കാൻ പറ്റും എന്ന് പിശാചിന് നല്ലതായിട്ടറിയാം. നമ്മൾ വേദോസത്തിൽ എത്ര ഇതാവിനെ കാണിച്ചത് നമുക്കറിയാം. ദാവീദ് എത്ര നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ ദാവീദിനെ നിമിഷം കൊണ്ട് തെറ്റിലേക്ക് വീഴ്ക്കാൻ പിശാചിന് കൊണ്ടുവന്നു. മനസ്സിലായോ? അതിന് നമുക്ക് ഒറ്റയൊരു കാര്യമുള്ളൂ, നമ്മളുടെ ഹൃദയം എപ്പോഴും സ്തുതിസ്തോത്രങ്ങൾ ഉയരട്ടെ, എപ്പോഴും പ്രാർത്ഥന ഉയരട്ടെ. നെഹമ്യാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ജഡത്തിൽ പോരാടിയില്ല,
ജഡത്തിൽ പോരാടുന്നത്. അതായിരുന്നു നെഹമ്യാവിന്റെ പ്രത്യേകത. ഓരോ പ്രശ്നം വന്നപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അവർ ചെയ്യുന്നത് നോക്കണമേ, ദൈവമേ. എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മൾ നിന്റെ ഭാരമേഹയുടെ മേൽ വിളിച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നമുക്ക് ശരിയാ, ചുറ്റും വൈരികൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികളാകാം, കഷ്ടങ്ങൾ ഉണ്ടാകാം. നമുക്കറിയാം യിരെമ്യാവിന്റെ യിരെമ്യാവ് അടിയേറ്റു, ഏത് നിന്ദകളേറ്റു, തടവിലാക്കപ്പെട്ടു, ശരിയാ, ചെളിക്കുണ്ടിൽ ഇട്ടു. പക്ഷെ എന്നാലും യിരെമ്യാവ് ജഡത്തിൽ എന്തെങ്കിലും പോരാടിയോ? ഒന്നും പോരാടിയില്ല. പക്ഷെ നമ്മൾ വായിക്കുന്നുണ്ട് യിരെമ്യാ പ്രവചനം 39-ാം അധ്യായത്തില് സിദെക്കീയാ രാജാവിനെ കണ്ണുപൊട്ടിച്ചു കൊണ്ടുപോയി, ആളുകളെയെല്ലാം പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹത്തിന്റെ അകമ്പടി നായകൻ അദ്ദേഹത്തിന്റെ അകമ്പടി നായകൻ സെബൂദർ, അങ്ങനെ 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 ഒരു പേരാണ് അതിനകത്തുള്ള. എന്തായാലും യിരെമ്യാ 39-ാം അധ്യായത്തിലുണ്ട്. അത് വേണമെങ്കിൽ അല്ലെ അതൊന്ന് എടുത്ത് നമുക്ക് നോക്കാം. 39. അത് 11-ാം വാക്യം. യിരെമ്യാവെ കുറിച്ച് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അകമ്പടി നായനായ നെബൂസറദാനോട്, നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടി വെച്ച് അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്ക എന്ന് കൽപ്പിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നെബൂഖദ്നേസർ ഇസ്രായേലിന് എന്ത് ദൂരെ കിടക്കുന്ന രാജാവാ, പക്ഷെ അദ്ദേഹത്തോട് ദൈവം ഇടപെട്ടു. മനസ്സിലായോ? ശരിയാ, അവിടുത്തെ രാജാവിനെയോ എല്ലാം നീ പിടിച്ചോണ്ട് പോയിക്കോ, പക്ഷെ എന്റെ മകൻ അവിടെ ഉണ്ട്, യിരെമ്യാവ്. പക്ഷെ ഒരു ദോഷവും വരുത്തിയേക്കരുത്, ഇല്ലേ? നെബൂഖദ്നേസർ തന്റെ ആളിനോട് അത് കൽപ്പിച്ചു. യിരെമ്യാവിനോട് നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ജീവിച്ചു എന്ന് അങ്ങോട്ട് പറയാനിടയായി. അന്നേരം തന്റെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, സങ്കീർത്തനം അതായത് നമ്മൾ വായിക്കുന്നുണ്ട്, അതായത് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക പ്രവർത്തിക്കുന്ന ദൈവ നമ്മുടെ ദൈവം, അല്ല, തന്റെ കൂടെ നിൽക്കുന്ന മക്കളെ ആദരിക്കുന്ന ദൈവമാ ദൈവം. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിന്റെ കൂടെ നിൽക്കുന്നവരായിരിക്കും. ശരിയാ, നമുക്കിപ്പം പ്രതികൂലങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികളുള്ള എല്ലാം ഉണ്ടാകും. പക്ഷെ മനുഷ്യപുത്രന്മാർ കാണുക തന്നെ, അത് ശത്രുവിന്റെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെല്ലാവർക്കും നമുക്കറിയാം, നമ്മൾ ഇറങ്ങി വന്നപ്പം പലരും പല വിധത്തിൽ നിന്ദിക്കപ്പെട്ടവരാ. പക്ഷെ ഇന്ന് അതുപോലാണോ? തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ട്. ഈ നല്ല കർത്താവിനെ സേവിച്ചുകൊണ്ട്, ഈ നല്ല കർത്താവിനെ പിൻപറ്റിയതുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും നേട്ടമല്ലാതെ കോട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. അതെ, ഹല്ലേലൂയ. പക്ഷെ ഈ നേട്ടങ്ങൾ കണ്ട് നമ്മൾ സ്റ്റോപ്പ് ആവല്ലേ. ഈ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിലെ ഒരു നേട്ടത്തിന് വേണ്ടിയല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ നേട്ടങ്ങളും കോട്ടങ്ങളും മാറിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ വെക്കുന്ന ഒരു തീത്തോസിന്റെ ലേഖനത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്ന പ്രത്യാശ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മറന്നു പോവല്ലേ. സ്തോത്രം. തീത്തോസ് 2-ാം അധ്യായത്തിനകത്ത് അത് 11-ാം അധ്യായം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട് ഭക്തിയേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ദൈവവചനം നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. നമ്മൾ അന്നേരം ഓർത്തോണം, നമ്മൾ എന്തിനു വേണ്ടിയാ കാത്തിരിക്കേണ്ടത്? നമുക്ക് യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ്. ലോകത്തിന്റെ ഓരോ സംഭവങ്ങളും വിളിച്ചറിയിക്കുന്നത് കർത്താവിന്റെ വരവടുത്തു എന്നാണ്. നമുക്കെല്ലാം അറിയാം അതായത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. എന്നാ വരുന്നത് നമുക്കറിയത്തില്ല, അറിയാതെ വരും. പക്ഷെ സമയത്തിലും അസമയത്തിലും നമ്മൾ ഒരുങ്ങിയിരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്നാ പറഞ്ഞത്? പ്രാർത്ഥന മാത്രം പോരാ, നമ്മൾ അതിനു വേണ്ടി ഒരു ഒരുക്കം ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭക്തികേട്, പ്രപഞ്ചമോഹങ്ങള് ഇവയെല്ലാം വർജിച്ചിട്ട് സുബോധത്തോടെ നീതിയോടെ ദൈവഭക്തിയോടെ ജീവിച്ചു വരണം എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ നമ്മള് നോ പറയേണ്ടടുത്ത് നോ പറയാൻ ഇടയാകണം. നമ്മൾ ഒരു ദൈവമല്ല, എപ്പോഴും നമ്മൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാന്. ഇവിടെ നമ്മൾ വായിച്ച വചനത്തിൽ അവർ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കണ്ടാണ് ആശ്വാസം. നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാൻ ഇടയാകണം. നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം,
നമുക്ക് ഒത്തിരി പ്രലോഭനങ്ങൾ വരും. അല്ല, ഒന്ന് വന്ന് ഞങ്ങളുടെ കൂടെ ഒന്ന് അവിടെ ഒന്ന് വന്നിരുന്നാ പോരായോ? നീ ഒന്നും പറയണ്ട, ഒന്നും ചെയ്യണ്ട, പക്ഷെ ഇച്ചിരി നേരം വന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കേ. പക്ഷെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അവരുടെ പൊട്ടച്ചൊല്ലും കളിവാക്കും കേൾക്കാൻ നമ്മൾ പോയി ഇരുന്ന് കൊടുക്കരുത്. അത് വളരെ വ്യക്തമായിട്ട് ഓർക്കണം. നമ്മൾ അങ്ങനെ പോയി ഇരിക്കുവാണെങ്കിൽ നമ്മൾ അവരുടെ ഇതില് നമ്മൾ അതിന് പങ്കുചേരുകയാണ്. അതുകൊണ്ട് നമ്മൾ വേണ്ടാത്തടത്ത് പോയി ഇരിക്കരുത്. നമുക്ക് പറ്റാത്തടത്താണോ, ഇല്ല എനിക്ക് വേറെ ഇച്ചിരി ജോലിയുണ്ട്, എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മൾ മാറി നിന്നോണം. നോ പറയേണ്ടടുത്ത് നോ പറയാനിടയാവണം. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയും അത് പറഞ്ഞ് വേണം. കോളേജിലും സ്കൂളിലും ഒക്കെ പോകുന്നോണെ എല്ലാരെയും കയറി അങ്ങ് കൂട്ടുകാരാക്കാൻ ശ്രമിക്കരുത്. അത് ആദ്യം വാച്ച് ചെയ്യണം, ദൈവത്തോട് ആലോചന ചോദിക്കണം, പ്രാർത്ഥിച്ചിട്ട് മാത്രമേ കൂട്ടുകാരെ തെരഞ്ഞെടുക്കും. കൂട്ടുകാരില്ലായിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് എപ്പോഴും ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് നല്ല ഫ്രണ്ട്സ്, നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നത് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെപ്പോഴും അത് ഓർത്തോണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരു പഠിക്കാൻ പോകുന്നിടത്ത് ദൈവികമില്ലാത്ത ഒരു കൂട്ടുകെട്ടിലും അവർ അകപ്പെടരുത്. ശരിയാ, അവര് സ്ട്രോങ് ആയിരിക്കും, വിശ്വാസത്തിൽ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ അറിയാതെ എപ്പോഴും ഈ പ്രലോഭനം, നീ ഒന്ന് വന്നിരുന്നാ പോരെ, നീ ഒന്നും ചെയ്യണ്ട, നീ ഇതൊന്നും എടുക്കുകയും വേണ്ട, നീ ഒന്നും വേണ്ട, നീ ചുമ്മാ തടവന്നിരുന്നാ മതി. പക്ഷെ ഒന്നിരുന്ന് ഇതൊന്ന് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് നോക്ക്, ഇച്ചിരി ഒന്ന് ടേസ്റ്റ് നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ എത്രയോ കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾ വേണ്ട നോ പറയേണ്ടത് നോ പറയാൻ നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ വേണ്ടത്, നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നെഗറ്റീവ് ചിന്ത വരരുത്. നെഗറ്റീവ് ചിന്ത വരുന്നോണെ നെഗറ്റീവ് ചിന്ത വരുന്നോണെ അതായത് നമ്മളിലേക്ക് നോക്കുന്നോണെയാണ് നെഗറ്റീവ് വരുന്നത്. പക്ഷെ നമ്മുടെ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവെങ്കിലേക്ക്, നമ്മുടെ ഉള്ളത്തിൽ വസിന ക്രിസ്തുവെങ്കിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ആ നെഗറ്റീവ് ചിന്ത പറയേണ്ട കാര്യമില്ല. അതാണ് പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ കിടന്ന് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം സകലത്തിനും മതിയാവുന്നു എന്ന് പറഞ്ഞേ. നമുക്കറിയാം എപ്പോഴും സന്തോഷിക്കുക. എന്തോ കണ്ട് സന്തോഷിക്കാനാ? തടവറ അന്നത്തെ തടവറയുടെ കാര്യങ്ങൾ നമുക്ക് പറയണ്ടല്ലോ. ഇന്നത്തെ പോലെ ഒന്നുമല്ല ഇന്നത്തെ എന്ന് പറഞ്ഞ. അന്നേരം അതിനകത്ത് കിടന്നും പറയുകയാണ്, എപ്പോഴും സന്തോഷിക്കുക എന്ന് പറയുക. എന്നിട്ട് പറയാം, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാവും എന്ന് വളരെ വ്യക്തം. അതുകൊണ്ട് നെഗറ്റീവ് തോട്ട്സ് വരെ ഓരോ ദിവസം എഴുന്നേൽക്കുന്നുണ്ട് പറ. നമുക്കങ്ങ് ഒന്നും ശരിയാ, ശരീരത്തിനൊക്കെ അങ്ങ് ക്ഷീണമായിരിക്കും, അങ്ങ് പറഞ്ഞേക്കണം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാവുന്നു. ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ, എന്നെ ശക്തനാക്കാൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എനിക്ക് ചെയ്യാൻ ആരോഗ്യം തരുന്ന എന്റെ കർത്താവാണ്. അതെല്ലാ കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് ചെയ്യുവാൻ തക്കോണം. അത് എല്ലാം നമ്മളെ കർത്താവ് സഹായിക്കും. ശരിയാ, നമുക്ക് ചിലപ്പം പുറമേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കഴിവുമില്ലായിരിക്കാം, ഒരു ആരോഗ്യം ഒന്നും ഇല്ലായിരിക്കാം, ഒന്നും ഇല്ലായിരിക്കാം. പക്ഷെ അന്നേരം വചനം വിളിച്ചങ്ങ് പ്രഖ്യാപിച്ചോണം. അപ്പോഴത്തേന് തന്നെ ശരി, നമ്മളെപ്പോഴും പറയത്തില്ല ഉപവാസം എടുക്കുന്നോണെ ആ വചനം പറഞ്ഞാൽ അതെന്തുവാ? മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നതാണ്. ശരിയാ, ആ വചനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ശക്തി അങ്ങ് വരും നമുക്ക്. അത് നമ്മള് എന്തല്ലേ. അതുപോലെ പിന്നെ പറയാം, എല്ലാ വരണ്ട നിലത്തുകളിലും നമ്മുടെ അസ്ഥികൾക്ക് ബലം നൽകി നടത്താൻ ശക്തനാണ് നമ്മുടെ ദൈവം. അത് അങ്ങനെയുള്ള വചനങ്ങൾ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ വചനം ഉള്ളത്തിൽ സംഗ്രഹിക്കണം. കിട്ടുന്ന വചനം ഉള്ളത്തിൽ സംഗ്രഹിക്കണം. ഈ നെഗറ്റീവ് തോട്ട്സിന്റെ ഒക്കെ സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് മാക്സിമം വചനം, അതായത് യിരെമ്യാ പ്രവചനത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ യഹോവയുടെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെനിക്ക് ഹൃദയത്തിന് സന്തോഷം തരുന്നു. അതായത് നമുക്ക് ഈ വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് നിറയ്ക്കാം. നമ്മൾ മറ്റുള്ള നെഗറ്റീവ് വേർഡ്സും നെഗറ്റീവ് തോട്ട്സും എല്ലാം എടുത്തു കളഞ്ഞിട്ട് ഈ വചനം നിൽക്കാം. ഈ വചനം കൊണ്ട് നിറയ്ക്കുന്നതോടെ നമുക്ക് നിൽക്കാൻ പറ്റും, അനേകരെ നിർത്താനും പറ്റും, അനേകരെ ആശ്വസിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരാളുടെ ഒരു പ്രയാസത്തിൽ വരുന്നോടെ നമ്മൾ അവന് കുറച്ച് രൂപ കൊടുക്കുന്നതിൽ നല്ലത്, അതിനേക്കാളും പ്രയോജനമാണ് തക്ക ഒരു വചനം കൊടുത്ത് ബലപ്പെടുത്തുന്നത്. അന്നേരം പോയി ഓടിച്ചെന്ന് ബൈബിളൊന്നും കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഉടനെ നമുക്ക് വചനം കൊടുക്കാൻ പറ്റും. നമ്മൾ അതുകൊണ്ട് മാക്സിമം വചനം നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് കിട്ടുന്ന സമയം ഈ നെഗറ്റീവ് തോട്ട്സിനെ നെഗറ്റീവ് എല്ലാം എടുത്തു കളഞ്ഞിട്ട് വചനം നമുക്ക് നിറയ്ക്കാം. അതുപോലെ നമ്മുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്താന് ശത്രു പലതരത്തിൽ നമ്മളെ ക്ഷീണിപ്പിക്കാൻ നമ്മളെ നോക്കും. പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പ്രാർത്ഥനയില് നമ്മളെ ഉറക്കുന്ന അതിനെ നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസം മിനിസിന് നല്ല ഡെലിവറീസ്, എനിക്കും ദൈവകൃപയാൽ
ഇന്നലത്തെ പ്രാർത്ഥന എനിക്കും അത് അനുഗ്രഹമായിരുന്നു. മനസ്സിലായി. ഇന്നലെ ഞാൻ സിസ്റ്റർ മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ ഞാൻ ഒത്തിരി താമസിച്ചു പോയി. പക്ഷെ അത് കഴിഞ്ഞു എനിക്ക് ഒത്തിരി നേരം എന്നിട്ട് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മെസ്സേജ് ഇച്ചിരെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയത്. അന്നേരം ദൈവം കാരണം ഇന്നലെ അതെനിക്ക് അതിന്മേലൊരു ദൈവം എനിക്കൊരു ഡെലിവറൻസ് തന്നു. അന്നേരം ദൈവത്തിന്റെ ഞാൻ പറയുന്നത് ശത്രുവിന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് നമ്മളെ ഓരോ നിമിഷം കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലേ, ഏതിന് നമ്മൾ അഡിക്റ്റഡ് ആകുന്നു, ഏതിന് നമ്മൾ അഡിക്റ്റഡ് നമുക്ക് തോന്നുവാ ഇന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്നില്ലല്ലോ, നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് അതിന്റെ നല്ലത് ചെയ്യാൻ നമ്മൾ ശീലിക്കാൻ പഠിക്കുക. അത് ശീലിച്ച നമ്മൾ അങ്ങനെ നമുക്ക് കർത്താവിന്റെ ഓരോ ദിവസവും നമ്മുടെ എങ്ങനെയും, അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ തെസ്സലോനിക്ക ഇപ്പൊ നമ്മൾ എഴുതിയ ലേഖനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടാം അധ്യായം 4-ാം വാക്യത്തിലെ പൗലോസപ്പോസ് ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അന്നേരം നമ്മുടെ ഓരോന്ന് നമ്മുടെ കർത്താപ്പച്ചൻ, മനുഷ്യരെയല്ല, കർത്താപ്പച്ചനെ എങ്ങനെ പ്ലീസ് ചെയ്യാം, എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ തന്നെ ഈ ലോകത്തിൽ നമ്മളെ മനുഷ്യരെ പ്ലീസ് ചെയ്യണം എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് പലർക്കും ഉള്ളത്. അയ്യോ, അവരെന്തോ പറയും, ഇവരെന്തോ പറയും, അവരുടെ മുമ്പിലൊക്കെ നല്ലതായിട്ട് നിൽക്കണ്ടേ, അവരെല്ലാം നല്ല. പക്ഷേ പൗലോസപ്പോസ് അതൊന്നും അല്ല ചിന്തിച്ചത്. മനുഷ്യരുടെ പ്ലീസിങ് ഒന്നും അല്ല, എന്റെ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം, എന്റെ അവിടെ 2-ാം വാക്യത്തില് അവരെ അങ്ങ് എൻകറേജ് ചെയ്യുക ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ വിശ്വാസികളെ എങ്ങനെയെങ്കിലും തളർത്തിക്കൊണ്ടാണ് നോക്കുന്നോണെ. പൗലോസ് അതായത് അതിനകത്ത് 11-ാം വാക്യം, തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കോണം നിങ്ങൾ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു വരുന്നു. ഒരപ്പൻ മക്കളെ ഉപദേശിച്ചു കൊണ്ടുവരുന്നത് പോലെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ സ്ഥലത്തും ചെല്ലണേ, അതിനാളൊന്നും അവിടെ താമസിക്കുന്നില്ലെങ്കിലും ആ ചെല്ലുന്ന തന്റെ മുമ്പിൽ വരുന്നവര് അവരെ എന്റെ ഡ്യൂട്ടിയാണ് അവരെ കർത്താവിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി അങ്ങനെ പ്രബോധിപ്പിക്കുക. നമ്മൾ ഇത്രയും നാൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക, നമുക്ക് എല്ലാ ആഗ്രഹമുണ്ട് സുവിശേഷ വേല ചെയ്യണമെന്ന്. നമുക്ക് മറ്റുള്ളവരെ കർത്താവിൽ കൊണ്ടുവരണം. അത് നമ്മൾ എങ്ങനെയാന്ന് ഒരുക്കപ്പെടേണ്ടത്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തിയെ, അതായത് ഒരു അപ്പന്റെ അല്ലെങ്കിൽ അമ്മയുടെ ഇവിടെ കൊണ്ട് അമ്മയുടെ ഹൃദയം പോലെ 7-ാം വാക്യത്തിലെ അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ, അതൊരു അപ്പം പ്രബോധിപ്പിക്കുന്നത് പോലെ, അതായത് അങ്ങനെ ഒരു മാനസിക തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? അല്ല, അങ്ങനെ വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ അന്നേരം നമ്മളെ മുമ്പിൽ വരുന്നവരോട് അപ്രകാരം നമ്മൾ ഒരുക്കിക്കൊണ്ടിരണം. ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രതീക്ഷയില്ലാത്തവർ, നമുക്കറിയാം ഇത്രയും ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന ആളുകളെ, എത്ര യവനന്മാരൊക്കെ വന്നു, അവരെയൊക്കെ കർത്താവിലേക്ക് കൊണ്ടുവരാമെന്നെങ്കിൽ പൗലോസപ്പോസ്തലൻ എത്രമാത്രം എന്തുമാത്രം കാരണം പ്രാർത്ഥനയോടെ നിന്നതുകൊണ്ടായിരിക്കും അത് അത്രയൊക്കെ സാധിച്ചത്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ അത്രയും സഹായിച്ചു. അത് അത്രയും വളരെ നന്നായിട്ട് തന്നെ അവിടെ എല്ലാം ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. നമ്മൾ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ എങ്ങനെയാ നമുക്ക് ഇങ്ങനെ ഉറപ്പായിട്ട് നിൽക്കാൻ പറ്റുന്നത്? നമുക്ക് എങ്ങനെ നമ്മൾ യഹോശാഫാത്തിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ എത്ര രാജ്യക്കാരാ വന്നത്? 3 രാജ്യക്കാർ വന്നു, ഇല്ലേ? വന്നപ്പം സാധാരണയാണെങ്കിൽ എല്ലാരും ഞെട്ടിപ്പോവും, ഇല്ലേ? പക്ഷെ പ്രാർത്ഥിച്ചു. അവര് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തത്? അവര് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രത്തോടെ നടന്നെന്നാ പറഞ്ഞേ. കർത്താവിൽ വിശ്വസിച്ച് അവർ അപ്പോഴത്തേന് ദൈവം എന്താ ചെയ്തേ? അവിടെ പതിയിരുപ്പുകാരത്തെ വരുത്തി അവരുടെ മുമ്പിൽ നിന്ന് ശത്രു ഓടിപ്പോകാനിടയായി. അത് നമ്മുടെ മിടുക്കോ ഒന്നും വേണ്ട. നമുക്കെതിരെ വരുന്നവരുടെ വായ അടപ്പിക്കാൻ നമ്മുടെ ദൈവം ശക്തനാ. പക്ഷെ നമ്മളുടെ ആയുധം ഒന്നും എടുക്കാതിരുന്നാ മതി. നമ്മുടെ നാവിന്റെ ഒന്നും അവിടെ എടുക്കാതിരുന്നാ മതി. നമ്മുടെ നാവിന് സ്തോത്രം എന്ന യാഗം ഇരട്ടെ. ഏത് നേരത്തും സ്തോത്രം എന്ന യാഗം ഇരട്ടെ. അതെ, നമ്മൾ അന്തരം വചനം നമ്മളിൽ വേണം. അതുപോലെ വിശ്വാസം നമ്മളിൽ വേണം. പ്രാർത്ഥന നമ്മളിൽ വേണം. സ്തോത്രം എന്ന യാഗം ഏതു നേരവും നമ്മുടെ നാവിൽ നിന്ന് വരട്ടെ. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തില് നമുക്ക് ഉറപ്പോടെ നിൽക്കാൻ സാധിക്കും.
എത്ര പ്രതികൂലമുണ്ടെങ്കിലും എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിന്മേൽ അവിടെ എല്ലാം ഉറപ്പോടെ നിൽക്കാൻ ഒരു ദൈവ പൈതലിന് സാധിക്കും. അത് ഒരു ദൈവ പൈതൽ, ഒരു പ്രാർത്ഥനിക്കുന്ന ഒരു ദൈവ തന്നെ അതെ പ്രസംഗിക്കുന്നവരെ ആർക്കും തളർത്താൻ പിശാചിന് പേടിയില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് പേടിയാണെന്ന് പറയും. കാരണം പ്രാർത്ഥിക്കുന്നവനെ തോൽപ്പിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവന് ഇപ്പൊ ഇവിടെ ഒരു മുറിയിൽ പ്രാർത്ഥിച്ചാലും ലോകത്തേക്ക് കിടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്നുകൊണ്ട് പല രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അവിടെ പിശാചിന്റെ പ്രവർത്തനങ്ങളെ അടയ്ക്കാൻ പറ്റും. അത് അന്നേരം നമുക്ക് കിലോമീറ്ററുകളൊന്നും പോകണ്ട, ഇവിടെ തന്നെ നമ്മുടെ റൂമിൽ തന്നെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാലും മതി. പക്ഷെ നമ്മള് ഒരു മന്ദീഭവിച്ചു പോകരുത്. നമ്മളെ ഉത്സാഹത്തോടെ ഈ നാളുകൾ എരിവോടെ കർത്താവിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കാം. നമ്മുടെ മിടുക്കോ നമ്മുടെ ആയുധമോ ഒന്നും വേണ്ട. ദൈവം നമ്മളെ ഓരോരുത്തരെ അതിനു വേണ്ടി ശക്തരാക്കട്ടെ. അതായത് നമുക്ക് ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞ പോലെ വെറും 3 ആഴ്ച കൊണ്ട് കർത്താവിന്റെ പക്ഷത്ത് വന്ന ഒരു കൂട്ടം ജനം അതെ ഇവിടെ അവര് കർത്താവിന്റെ പക്ഷത്ത് ഉറച്ചു നിന്നെങ്കിൽ വളരെ നാളുകളായിട്ട് വചനം കേട്ട നമ്മള് എത്രമാത്രം ഉറപ്പോടെ നിൽക്കണോ നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ ശരിയാ, നമ്മൾ ഒരു നിന്ദയുടെ വാക്കുകളും പ്രതികൂലത്തിന്റെ വാക്കുകൾ നമ്മൾ ഒരിക്കലും പതറിപ്പോരുത്. ഇതെല്ലാം പിശാചിന്റെ തന്ത്രമാണ്. തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനെ ധൈര്യത്തോടെ നേരിടുക. എങ്ങനാ? നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ അവിടെ ഒന്നും വരരുത്. നമ്മുടെ ജഡം എന്നേ മരിച്ചു എന്ന് ഓർക്കണം. നമ്മുടെ ജഡം നമ്മൾ മരിച്ചു. ഇനി നമ്മൾക്കുള്ളവരല്ല, നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്. നമ്മുടെ ജഡം പൂർണ്ണമായിട്ടും നമ്മൾ അത് മരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആ സോളിനോട് ചേർന്ന് ആ സോളും പരിശുദ്ധാത്മാവോട് ഒരുമിച്ച് ചേർന്ന് ഈ ലോകത്തിൽ ജയത്തോടെ ഒരു നിൽക്കാൻ നമ്മുടെ ആയുഷ്കാലം എത്ര ഉണ്ടോ കർത്താവിനായി പക്ഷത്ത് ഉറച്ചു നിൽക്കുവാൻ, കർത്താവിന്റെ കൈക്കിണങ്ങിയ നല്ല ആയുധങ്ങളായി ശോഭിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.